രാജ്ഭവന് മുന്നിലേക്ക് SFI നടത്തുന്ന മാർച്ചിൽ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്തി SFI നടത്തുന്ന മാർച്ചിന് നേരെ 6ാമത്തെ റൗണ്ടാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് SFI രാജ്ഭവന്റെ മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 റൗണ്ടാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ അതേസമയം വീണ്ടും പോലീസുമായി ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ SFIയുടെ 100 കണക്കിന് വരുന്ന പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്തുന്ന ഗവർണർ ആ നടപടി നിലപാടിൽ നിന്നും പിൻവാങ്ങുക, അങ്ങനെ മുദ്രാവാക്യങ്ങൾ പലതുയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ SFI രാജ്ഭവന്റെ മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ മാർച്ചാണ് ഇപ്പോൾ അക്രമത്തിൽ കലാശിച്ചിരിക്കുന്നത്, സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംഘർഷഭരിതമായ അവസ്ഥയാണ്. മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. 6 റൗണ്ടാണ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. എന്നിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ ഇപ്പോൾ രാജ്ഭവന് സമീപത്ത് ആ മാർച്ചുമായി പ്രതിഷേധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി SFI പ്രവർത്തകർ ഉണ്ട്, ഒരുപാട് പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. മുദ്രാവാക്യ വിളികളുമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്താണ് നേരത്തെ അല്പസമയം മുമ്പ് പ്രതിഷേധ മാർച്ചും പ്രതിഷേധ മുദ്രാവാക്യം വിളിയും ഒക്കെ നടന്നതെങ്കിൽ ഇപ്പോൾ അത് രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. SFI എന്ന വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്ന സാധ്യതയും കൂടിയുണ്ട്. പഠിപ്പ് മുടക്കുന്ന ഒരു ദിവസമാണ്. പല ജില്ലകളിലും സംഘർഷഭരിതമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മാർച്ചിൽ അതേസമയം ഈ രാജ്ഭവനെ തൊട്ടടുത്ത് തന്നെ ബാരിക്കേഡ് ഉയർത്തി ആ മാർച്ച് നടന്നിരിക്കുന്ന അടുത്ത റൗണ്ട് 7ാമത്തെ റൗണ്ടിലുള്ള സിഗ്നല് ജലപീരങ്കി പ്രയോഗിക്കാൻ പോകുന്നു. 7ാമത്തെ റൗണ്ടാണ് ഈ ജലപീരങ്കി പ്രയോഗിക്കാൻ പോകുന്നത്. സിഗ്നൽ വന്നിരിക്കുന്നു. ഏഴാമത്തെ റൗണ്ടാണ്. തുടർച്ചയായിട്ട് ജലപീരങ്കി പ്രയോഗം നടക്കുകയാണ്. സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച സമരം രാജ്ഭവന്റെ മുന്നിലേക്ക് പ്രതിഷേധമെത്തുമ്പോൾ SFI പ്രവർത്തകരെ പിരിഞ്ഞു പോകാൻ വേണ്ടി രാജ്ഭവന് മുന്നിൽ തീർത്തിരിക്കുന്ന ബാരിക്കേഡ് മറിച്ച് ഇടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടത്തുന്നത്. പോലീസ് തുടർച്ചയായി 7ാം തവണയാണ് ജലപീരങ്കി അടിക്കുന്നത്. ശക്തമായ സമരവുമായി നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ല, VC അങ്ങനെ കാവ്യവൽക്കരണത്തിന് കൊടിപിടിക്കുന്നു, VC രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് രാജ്ഭവന്റെ മുന്നിലേക്ക്, ഗവർണറുടെ വസതിക്ക് മുന്നിലേക്ക് നടത്തിയിരിക്കുന്ന മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. അങ്ങനെ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടയാൻ വേണ്ടിയാണ് ജലപീരങ്കി പ്രയോഗം. 6ാമത്തെ റൗണ്ട് കഴിഞ്ഞ് 7 തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടും പിരിഞ്ഞു പോകാൻ SFI പ്രവർത്തകർ തയ്യാറാകുന്നില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ്. പോലീസ് നന്നേ പാടുപെടുന്നുണ്ട് SFI പ്രവർത്തകരെ നേരിടാൻ വേണ്ടി. ജലപീരങ്കി പ്രയോഗിച്ച്
7 തവണ പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്ത് വിദ്യാഭ്യാസ ബന്ദ് SFI നടത്തുകയാണ്. അപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിലും എല്ലാ സർവകലാശാലയ്ക്ക് മുന്നിലേക്കും SFIയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പഠിപ്പ് മുടക്കിയുള്ള മാർച്ചാണ് എല്ലാ ജില്ലകളിലും നടന്നു വരുന്നത്. പല ജില്ലകളിലും അത് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് മാർച്ചിനെ നേരിടാൻ വേണ്ടി ശക്തമായ സന്നാഹങ്ങളാണ് ഒരുക്കുന്നത്. രാജ്ഭവന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിരവധി SFI പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നു. രാജ്ഭവന് തൊട്ടു മുൻപിൽ ഈ പ്രതിഷേധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, VC-ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത്, പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്.